നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസിൽ ഒന്നായിട്ടുള്ള കാവേരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്യാമ്പസിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. അതായത് ലാബ്, ലൈബ്രറി, സ്റ്റുഡൻസിന്റെ റിവ്യൂ, അതുപോലെ തന്നെ ഫാക്കൽറ്റീസായിട്ട് സംസാരിക്കണം, അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ അപ്പോൾ ഇതാണ് ഇവരുടെ കോളേജിന്റെ എൻട്രൻസ്, അതായത് നഴ്സിംഗ് കോളേജിന്റെയും ഫാർമസി കോളേജിന്റെയും എൻട്രൻസ് ഇവിടെയാണ്. പക്ഷേ ആയുർവേദത്തിന്റെയും അതുപോലെ തന്നെ ബാക്കി അതിന്റെ ലാബ് ഒക്കെ അപ്പുറത്തെ ബ്ലോക്കിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബിൽഡിംഗ് കയറിയിട്ട് നോക്കാം. അപ്പോൾ ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് റിസപ്ഷൻ ഏരിയയും അതുപോലെ തന്നെ 1-2 ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ക്ലാസ് റൂം വരുന്നത്. ബേസിക് അമിനിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ക്ലാസ് റൂം കണ്ടിട്ട് ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ക്ലാസ് റൂം തന്നെ പറയാം. എന്നാലും എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവരുടെ ഫാർമക്കോളജി ലൈബ്രറിയാണ്. അതായത് ബി.ഫാം സ്റ്റുഡൻസിനായിട്ടും അതുപോലെ തന്നെ അലൈഡ് കോഴ്സിൽ ഫാർമക്കോളജി സെക്ഷൻസ് വരുന്ന സ്റ്റുഡൻസിനായിട്ടുള്ള ലൈബ്രറിയാണിത്. ഇതിവിടെ ലൈബ്രറി കൂടാതെ നമുക്കൊരു ഡിജിറ്റൽ ലൈബ്രറിയും ഇവിടെ സൈഡിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനഫ് നമ്പർ ഓഫ് സിസ്റ്റംസും അതിനായിട്ടുള്ള സീറ്റിംഗ് ഏരിയാസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവരുടെ മറ്റൊരു ഫാർമസ്യൂട്ടിക് ലാബാണ്. ഇങ്ങനത്തെ ഒരു 6-7 ലാബ്സ് ഇവിടെ ഉണ്ട്. സോ ഇത് നമുക്ക് മൊത്തം ഒന്ന് കണ്ടേക്കാം. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ഫാർമസ്യൂട്ടിക്കൽ ലാബിലാണ്. അതായത് ഇവിടുത്തെ 6th ലാബ് എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് ബി.ഫാം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലാബാണ്. അനാലിസിസിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനഫ് നമ്പർ ഓഫ് അപ്പാരറ്റസും കാര്യങ്ങളും ബീക്കേഴ്സും ടെസ്റ്റ് ട്യൂബുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കുട്ടികൾക്ക് പ്രാക്ടിക്കൽസിനായിട്ട്. ഇത് ഇവിടുത്തെ മൈക്രോബയോളജി ലാബാണ്. മൈക്രോബയോളജി ലാബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്റ്റഡീസിനായിട്ടുള്ള ഇനഫ് നമ്പർ ഓഫ് മൈക്രോസ്കോപ്പുകൾ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാണ്ട് ഇൻക്യുബേറ്റേഴ്സ്, ആൻറ്റിബയോട്ടിക് റീഡർ ഏരിയാസ്, അങ്ങനെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലാബിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇവരുടെ മറ്റൊരു ഫാർമക്കോളജി ലാബാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് കുട്ടികൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള റിയേജൻസും കാര്യങ്ങൾക്കും അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതും മറ്റൊരു ഫാർമക്കോളജി ലാബാണ്, ഫാർമസ്യൂട്ടിക് ലാബാണ്. ഇത് നമുക്ക് ഇവിടെ ഇത്രയും ലാബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബി.ഫാം മാത്രമല്ല, ഇവിടെ എം.ഫാമും ഉണ്ട്. സോ അതിൻ്റെതായിട്ടുള്ള നമ്പർ ഓഫ് ഫാർമസ്യൂട്ടിക് അതുപോലെ തന്നെ ഫാർമക്കോളജി ലാബ് ഈ ഒരു ക്യാമ്പസിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ക്രൗഡ് കാണാം. നമുക്ക് കോളേജിൽ ജസ്റ്റ് നമ്മൾ കുട്ടികൾ ഇറങ്ങാൻ നേരം വരെ നമ്മൾ കോളേജിൽ ഉണ്ടായിരുന്നത്. സോ നമുക്കൊരു ക്രൗഡ് കാണിച്ചു തരാം. സംഭവം കുട്ടികൾ വരിവരായിട്ട് നിൽക്കുന്നത് പഞ്ച് ചെയ്യാനാണ്. അതായത് കുട്ടികൾ വരുമ്പോഴും പോകുമ്പോഴും ഈ കോളേജിൽ പഞ്ചിങ് ഉണ്ട്. സോ അതായത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള, അതായത് സ്റ്റുഡൻസ് മാത്രമേ ഈ കോളേജിലേക്ക് ക്ലാസ് റൂമിലേക്ക് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാനും പോകാനും പറ്റുള്ളൂ. അതിൻ്റെ കണക്കാണ് അവരവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് കുട്ടികൾക്ക് ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ സേഫ്റ്റിയിൽ അവർ നല്ല കൺസേൺ നൽകുന്നുണ്ട്. ഇതാണ് ഇവരുടെ ആയുർവേദിക് മെഡിക്കൽ കോളേജ്. ഈ ക്യാമ്പസിനകത്ത് തന്നെയാണ് നഴ്സിംഗ് സ്റ്റുഡൻസിനുള്ള അനാട്ടമിയുടെ ലാബും അതുപോലെ തന്നെ ഫിസിയോളജി ലാബ്. ഇവരുടെ ഓഡിറ്റോറിയം അതുപോലെ തന്നെ എക്സാം സെൻറ്റർ കൂടെയാണ്. എക്സാം സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും മൈസൂർ സംബന്ധിച്ചിടത്തോളം JSSനും അതുപോലെ തന്നെ ഈ കാവേരി എന്ന് പറയുന്ന ഈ ഒരു കോളേജിനുമാണ് എക്സാം സെൻറ്റർ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 ക്യാമ്പസുകളിലായിട്ടായിരിക്കും മൈസൂരുള്ള മറ്റ് കോളേജസിലെ കുട്ടികളും വന്നിട്ട് എക്സാം എഴുതുന്നത്. ഹലോ, എല്ലാവരും പേര് സ്ഥലം ഒന്ന് പറയുമോ? ഷിജുന കണ്ണൂർ, അശ്വ കണ്ണൂർ, ഫെമിൻ മലപ്പുറം, ആര്യ ആലപ്പുഴ, ധന്യ മലപ്പുറം, ആദില മലപ്പുറം. ഓക്കെ, എൻ്റെ വടക്കും ഒരു സ്ഥലത്തേക്കും. ഓക്കെ, എങ്ങനെയുണ്ട്? നിങ്ങൾ 3rd ഇയർ BSc നഴ്സിംഗ് ആണ്. എങ്ങനെയുണ്ട്? ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടെ? കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലാസ്സാണ്. നല്ല ക്ലാസ്സാണ്. ടീച്ചേഴ്സ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. ടീച്ചേഴ്സ് ഒക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. നല്ല ക്ലാസ് എടുത്ത ടീച്ചേഴ്സ് MSc ടീച്ചേഴ്സ് തന്നെയാണ്. അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് ഫ്രഷേഴ്സ് ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്നൊന്നുമല്ല. എല്ലാവരും MSc കഴിഞ്ഞവരെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പോസ്റ്റിംഗ്സ് ഒക്കെ കിട്ടി. ഇപ്പൊ 3rd ഇയർ ആയല്ലോ, ഫസ്റ്റ് ഇയർ തൊട്ടേ പോസ്റ്റിംഗ് കാണുമല്ലോ. അപ്പൊ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇവിടെ കാവേരി ഹോസ്പിറ്റലിൽ തന്നെ കിട്ടാറ്. പിന്നെ മെഡിക്കൽ കോളേജിലാണ് തരുന്നത്. മെഡിക്കൽ കോളേജ് ക്യാമ്പ് കുറച്ചുകൂടി പേഷ്യൻസ് ഒക്കെ കാണും, ഒരുപാട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒബ്സർവേഷൻ അല്ലാണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസിനും പേഷ്യൻസിന് തരാറില്ലേ? ഹാൻഡ്സ് ഓൺ പ്രാക്ടീസിനൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എഡ്യൂക്കേഷൻ വൈസ് കോളേജിൽ ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഹോസ്റ്റൽ, നിങ്ങൾ എല്ലാവരും ഹോസ്റ്റലാണോ? എല്ലാവരും ഹോസ്റ്റലാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഹോസ്റ്റൽ? എങ്ങനെയുണ്ട്? നല്ല ഹോസ്റ്റലാണോ? ക്ലീൻ ആണോ? നല്ല ഹോസ്റ്റലാണോ? ഓക്കെടാ. ഫുഡോ? ഫുഡ് നല്ല ഫുഡാണ് കിട്ടുന്നത്. കേരള ഫുഡാണ്. അപ്പം എന്താണ് ഫുഡിലും നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഹോസ്റ്റൽ എന്തായാലും അങ്ങനെ ആവുമല്ലോ. എന്നാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ കൾച്ചറൽ ഇവന്റ്സ് ഒക്കെയോ? കൾച്ചറൽ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയായിട്ടാണോ നടത്തുന്നത്? അത്യാവശ്യം നല്ല പരിപാടിയായിട്ട്. ഇപ്പം ക്യാമ്പസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണോ അതോ നിങ്ങൾക്ക് മൈൻഡ് കുറച്ച്? പഠനം വൈസ് സ്ട്രിക്റ്റ് ആണ്, എന്റർടൈൻമെന്റ് എല്ലാം ഉണ്ട്.
ഓവറോൾ നിങ്ങൾ കോളേജിൽ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കേടാ, താങ്ക് യു.